കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ CPIM നേതാക്കൾക്ക് തിരിച്ചടി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ് അടക്കം 28 പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് എറണാകുളം PMLA കോടതി കണ്ടെത്തി. അടുത്ത മാസം 4-ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കോടതി പ്രതികൾക്ക് സമൻസ് അയച്ചു. കേസ് നിയമപരമായി നേരിടാനാണ് CPIM തീരുമാനം. സംസ്ഥാനത്ത് തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPIM-ന് വീണ്ടും തിരിച്ചടി. ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ CPIM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കലൂർ PMLA കോടതി കണ്ടെത്തി. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കെ രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, MM വർഗീസ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന പീതാംബരൻ, MB രാജു, ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി പ്രേംരാജനടക്കം 28 പ്രതികളും വിചാരണ നേരിടണം. അടുത്ത മാസം 4-ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പ്രതികൾക്ക് കോടതി നോട്ടീസ് അയച്ചു. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളുടെ വിചാരണയ്ക്കുള്ള പ്രാരംഭ നടപടികളും തുടങ്ങും. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും നിയമപരമായി നേരിടുമെന്നും CPIM നേതാക്കൾ പ്രതികരിച്ചു. നീതിപീഠത്തിൽ അവസാന നിമിഷം വരെ ഞങ്ങൾ പോവും. നീതിപീഠത്തിൽ പോവും. രാഷ്ട്രീയമായിട്ടാണ് വരുന്നതെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുകയും ചെയ്യും. ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ കോടതിയിൽ പോകേണ്ടി വന്നാലും ആ നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരുതരം വേട്ടയാടലുകൾക്ക് മുന്നിലും മുട്ടുമടക്കാൻ CPIM ഇല്ല. തട്ടിപ്പിൽ CPIM നേതാക്കളുടെ പങ്ക് തെളിയിക്കപ്പെട്ടെന്നും കെ രാധാകൃഷ്ണനും AC മൊയ്തീനും രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ഈ 28 പ്രതികൾക്കും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്. ഇവർക്ക് ഈ വായ്പാ തട്ടിപ്പ് കള്ളപ്പണ കേസിൽ ഇവരുടെ പങ്ക് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ MLA-യും MP-യും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ 2 പേർക്കും MLA സ്ഥാനം തുടരാൻ, MP സ്ഥാനം തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവർ 2 പേരും രാജിവെക്കണം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 232 കോടിയുടെ തട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടന്നെന്നാണ് ED-യുടെ കണ്ടെത്തൽ. ന്യൂസ് മലയാളം, കൊച്ചി.